ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആറ്റിങ്ങൽ പൊങ്കാല എന്ന് പറയുന്നത് ജാതി ഭേദമന്യേ മലയാളികൾ കൊണ്ടാടുന്ന ഒരു ഉത്സവം തന്നെയാണ്. തീർച്ചയായിട്ടും വർഷം തോറും പതിനായിരക്കണക്കിന് ആളുകളാണ് ആറ്റിങ്ങൽ പൊങ്കാലയിട്ട് മനസ്സിന് തൃപ്തി അണിയുന്നത്. തീർച്ചയായിട്ടും ഈ കൊല്ലത്തെ ആറ്റിങ്ങൽ പൊങ്കാലയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ചെറിയ ഒരു ഉപദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ ആറ്റിങ്ങൽ പൊങ്കാല നടന്ന സമയത്ത് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യം മണക്കാട് പള്ളിയിൽ മുസ്ലിം മതവിശ്വാസികൾ, ഹൈന്ദവ മതവിശ്വാസികൾക്കായി പള്ളിയുടെ ഉള്ളിൽ ഒരുക്കി കൊടുത്ത സൗകര്യങ്ങളും അതുപോലെ തന്നെ ഈ പ്രാവശ്യം നോമ്പും അതുപോലെ തന്നെ ആറ്റിങ്ങൽ പൊങ്കാലയും ഒരുപോലെ ഒന്നിച്ചു വന്നതുകൊണ്ട് അവർക്ക് അതിന് ചെറിയ അസൗകര്യങ്ങൾ നേരിട്ടു എന്നല്ലാതെ വർഷം തോറും അവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം പള്ളിക്കകത്താണ് അവർ ഒരുക്കി കൊടുക്കാറുള്ളത്. അതാണ് മതസൗഹാർദ്ദം, അതാണ് കേരളം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചില വർഗീയവാദികൾ പറഞ്ഞു വിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതവിശ്വാസികളെയോ മറ്റ് ജാതിക്കാരെയെല്ലാം കണ്ടാൽ അവിടെ വെച്ച് വെട്ടിക്കൊല്ലാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുന്ന വർഗീയവാദികൾക്കുള്ള ഏറ്റവും നല്ല ഒരു ഉത്തരമാണ് നമ്മുടെ മണക്കാട് പള്ളിയിൽ മുസ്ലിം സഹോദരങ്ങൾ ഹൈന്ദവ മതവിശ്വാസികൾക്കായി പള്ളി തുറന്നു കൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം തീർത്തും അവർക്ക് വിറകും മറ്റു പാത്രങ്ങളും എല്ലാം സൂക്ഷിക്കാനും അതുപോലെ തന്നെ അവിടെ താമസിക്കാനും അവിടെ ബാത്റൂമും വെള്ളവും എല്ലാം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന വളരെ മനസ്സിന് ഈറനിക്കുന്ന ഒരു ചിത്രം ഞാൻ ആദ്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ പള്ളിയിലെ അധികാരികൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്, അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കേൾക്കണം. ആറ്റുകാൽ പൊങ്കാല എത്തിയിരിക്കുന്നത്. സാധാരണ ഈ ഹാളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ തുറന്നു കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നോമ്പ് തുറയുടെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഹാളിൻ്റെ മുകളിലുള്ള ഹാളാണ് പള്ളി അധികാരികൾ ഈ വിശ്രമിക്കുന്നതിനും മറ്റുമായി തുറന്നു കൊടുത്തിട്ടുള്ളത്. നാളെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള വിറകും മറ്റ് സാമഗ്രികളെല്ലാം തന്നെ തയ്യാറാണ്. പള്ളി അധികാരികൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൗകര്യം ഒരുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമൊക്കെ കൊടുക്കാറുണ്ട്. രാത്രി എല്ലാവരും വന്ന് സ്റ്റേ ചെയ്യും. സ്ഥിരമായിട്ട് കൊടുത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പരിചയമുള്ള ഇവിടെ എത്ര പേർക്കൊക്കെ കഴിയാൻ സാധിക്കും? 150 പേർക്ക് നമുക്ക് സൗകര്യം ചെയ്യാൻ കഴിയും. നോമ്പുകാലായതുകൊണ്ട് തന്നെ മറ്റ് ആഹാരം ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും അവിടെ സ്റ്റേ ചെയ്യാനും ബാത്റൂം സാധാരണ പൊങ്കാല ദിവസം ആഹാരമൊക്കെ സംവിധാനങ്ങളാണ്. ഉച്ചത്തെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. അറേഞ്ച് കൊടുക്കാൻ പ്രാവശ്യം കഴിയില്ല. കാരണം കഞ്ഞിയുടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഒക്കെ വിളമ്പി കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു അസൗകര്യം ഉണ്ടെന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വിപരീതമായി അതൊരു വിഷമമല്ലേ? പിന്നെ സാധാരണ ചെയ്തിരുന്നതല്ലേ, അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു കണ്ടു കാണും. മനസ്സിനെ വളരെ സന്തോഷപ്പെടുത്തുന്ന ഒരു രംഗം തന്നെയാണത്. ആ പള്ളി അധികാരി പറയുന്നുണ്ട്, വർഷാന്തോറും എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ താഴത്തെ നിലയും അതുപോലെ തന്നെ മുകളിലത്തെ നിലയുമാണ് വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുള്ളത്. അവിടെ അവർക്കുള്ള താമസ സൗകര്യവും ഭക്ഷണവും അതുപോലെ തന്നെ ബാത്റൂമും വെള്ളവും എല്ലാം തന്നെ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ചെറിയ ഒരു വിഷമം മനസ്സിനുണ്ട്. എന്തെന്നാൽ അവർക്ക് നേരാവണ്ണം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ മാസം ഇസ്ലാം മതപ്രകാരം ഇന്ന് റമളാൻ മാസമാണ്. ഞങ്ങൾക്ക് വൈകുന്നേരം മാത്രമേ അത് കഞ്ഞിയാണ് അവിടെ കൊടുക്കുന്നത് റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി. ആ കഞ്ഞി അവർ തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് വേണ്ടി ഇന്ന് വിളമ്പിക്കൊടുക്കുകയാണ്. ഒരുപാട് സഹോദരിമാർ അവിടെ നിന്നുകൊണ്ട് ആ കഞ്ഞി കുടിച്ച് സാഹോജ്യം അണിഞ്ഞുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ അവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് ജാതിയില്ല, എല്ലാവരും ഒരമ്മയുടെ മക്കളാണെന്ന് പറയുന്ന ഒരു സാഹോദര്യത്തിൻ്റെ ഒരു വളരെ നല്ല ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ വേണ്ടി ചെയ്തത്. പള്ളി അധികാരികൾ പറഞ്ഞ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ റംസാൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തതിന് ഞങ്ങൾക്ക് മാനസികമായിട്ടുള്ള ചെറിയ വിഷമം ഞങ്ങളെ അലട്ടുന്നുണ്ട് എന്ന് ആ പള്ളി അധികാരി നമ്മളോട് പറയുകയാണ്. സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സാഹോദര്യം, ഈ ഒരു സ്നേഹം പള്ളിക്കകത്ത് വെച്ച് കൊണ്ടുവരെ ഹൈന്ദവ വിശ്വാസികളെ അവർ സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എവിടെയാണ് ഇവിടെ വർഗീയത എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ PC ജോർജിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ രാഖി രാമായണം വെച്ച് കസറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടെങ്കിലും അത്തരം ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങളൊന്ന് തിരുത്തി പറയണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ ഉള്ളിൽ വളരെ വിഷം തുപ്പുന്ന ചില വർഗീയതകൾ ഇന്നും കേരളത്തിൽ സജീവമാണ്. അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വർഷം തോറും ഈ അമ്പലത്തിൽ ആറ്റിങ്ങൽ പൊങ്കാലയ്ക്ക് വന്നുകൊണ്ട് ആ അമ്മ ഏകദേശം 20-25 വർഷത്തോളം ആ പള്ളിയിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചും അവിടെ താമസിച്ചും ആറ്റിങ്ങൽ പൊങ്കാല ഇത്രയും വർഷമായി ഇട്ട് വന്നത് എന്നും തീർച്ചയായിട്ടും അത് എൻ്റെ മനസ്സിനെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ഇനിയുള്ള കാലത്തോളം ഇവിടെ തന്നെ വന്നിട്ടേ ആറ്റിങ്ങൽ പൊങ്കാല ഇടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അമ്മയുടെ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ വയറ് നിറച്ച്
ഭക്ഷണം കഴിച്ചു. ഞങ്ങൾക്ക് നല്ല കഞ്ഞി കിട്ടി റംസാൻ മാസത്തിൽ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല രുചിയോടുകൂടി അത് കഴിക്കാൻ വേണ്ടി സാധിച്ചു. കഴിഞ്ഞ മാസം ഞങ്ങൾ താഴെയായിരുന്നു. ഈ പ്രാവശ്യം നോമ്പായതുകൊണ്ട് ഞങ്ങൾ മുകളിലാണ് താമസം എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമാഹരിച്ച് തരികയുണ്ടായി. ഈ പ്രാവശ്യം നോമ്പായതുകൊണ്ട് വൈകിട്ട് കഞ്ഞി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നൊരു പ്രത്യേകത മാത്രമേ ഈ പ്രാവശ്യമുള്ളൂ. എന്നാലും ഒരുപാട് നന്ദി ഈ പള്ളി അധികാരികളോടും ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോടും എന്ന് അമ്മ പറയുന്ന വാക്കുകൾ. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത് എന്ന് പറയുന്ന അമ്മയുടെ വാക്കുകൾ. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും എല്ലാ വർഷവും ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞൊരു മതമൈത്രിയുടെ ഒരു അനുഭവം ഇവിടെ വരും. വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടി. അന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. വേറെ സ്ഥലം തേടി പോകാറില്ല, ഇവിടെ തന്നെ വരുന്നത്. വണ്ടിക്കാരനൊക്കെ പറയും ഇന്നടുത്ത് തന്നെ കൊണ്ടിറക്കണോ, അങ്ങനെ ഇവിടെ കൊണ്ടിറക്കണം. പള്ളിയിലുള്ളവർ പറഞ്ഞത് നോമ്പുകാലായതുകൊണ്ട് അവർക്ക് ആഹാരമൊന്നും തരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമാണ്. ഞങ്ങൾക്കൊക്കെ പറഞ്ഞ് വിഷമമുണ്ട്. കഴിഞ്ഞതിനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആഹാരം തന്നു. കഴിഞ്ഞതിന് താഴെയായിരുന്നു ഇഷ്ടംപോലെ ആഹാരമൊക്കെ തന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ വെയിൽ കൊള്ളാനൊന്നും പോകണ്ടായിരുന്നു, ഇവിടെ തന്നെ തന്നു. സാധാരണ നോമ്പ് സമയത്ത് പൊങ്കാല വരാറില്ല. ഇപ്പോൾ രണ്ടും കൂടി വന്നതുകൊണ്ട് ഇവർക്കൊക്കെ നമ്മുടെ കഞ്ഞി ആസ്വദിക്കാൻ പറ്റും. നോമ്പിന്റെ കഞ്ഞി ആസ്വദിക്കാൻ പറ്റി. ഇഷ്ടം പോലെ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ കഴിച്ചു. ഇഷ്ടം പോലെ കഞ്ഞി കുടിച്ചു. നല്ല കഞ്ഞിയായിരുന്നു. ഞങ്ങൾ 4-5 വർഷം കൊണ്ട് വരുന്നു. അങ്ങേറ്റത്തെ സന്തോഷം. ഇപ്പം നമുക്കൊരു വ്യക്തിയുടെ ആ മനസ്സാണ് ഏറ്റവും വലിയ. ഈ അമ്മയ്ക്ക് മുമ്പ് പൊങ്കാല ഇടുമ്പോൾ എല്ലാവർക്കും ഉള്ള നന്മയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? എല്ലാവരുടെയും നന്മ. ഇവിടെ ജാതി എത്ര നിഷ്കളങ്കമായിട്ടാണ് അമ്മ സംസാരിക്കുന്നത്. അമ്മ പള്ളിക്കകത്ത് നിന്നുകൊണ്ടാണ് അമ്മ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എവിടെയാണ് ഇവിടെ വർഗീയത? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പള്ളിയുടെ അകത്ത് വെച്ച് കൊണ്ടുപോലും അവർ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട സഹോദരിമാരെ ഊട്ടുകയാണ്. അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യമൊരുക്കുകയാണ്. അവർക്ക് കുളിക്കാനും അത് ബാത്റൂമിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ പള്ളി അധികാരികൾ അവർക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവണം കേരളത്തിൽ എല്ലായിടത്തും. കേരളം എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയും യാതൊരു തർക്കവും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസവും അതുപോലെ തന്നെ അക്രമങ്ങളും ഒന്നുമില്ലാത്ത നല്ല സുന്ദരമായ ഒരു കേരളം നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും അത്തരം ഒരു സന്ദേശം ഈ ആറ്റിങ്ങൽ പൊങ്കാല വഴി നമ്മുടെ കേരള സമൂഹത്തിനും അതുപോലെ തന്നെ ലോക സമൂഹത്തിനും നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് വളരെ മഹത്വപരമെന്നാണ്. അതിൽ തീർച്ചയായിട്ടും മണക്കാട് പള്ളി അധികൃതരോട് എത്ര തീർത്താലും തീർത്താത്ത ഒരു കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും ഇത് ലോകത്തിനും അതുപോലെ തന്നെ കേരളത്തിനും നല്ല ഒരു മെസ്സേജാണ് ആ പള്ളി അധികാരികളും അതുപോലെ തന്നെ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളും ചെയ്തത്. ഇതുപോലെ തന്നെ ആവണം കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയും വർഗീയതയും പ്രശ്നങ്ങളും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അല്ലാതെ PC ജോർജിനെ പോലെ വളരെ വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയതിന് ശേഷവും ജീഷൻ തുപ്പുന്ന ചില പരാമർശങ്ങളുമായി PC ജോർജിനെ പോലെ ആൾക്കാർ കേരളം നിറഞ്ഞു കളിക്കുന്ന ഈ സമയത്ത് ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ കേരള ജനതയ്ക്ക് നൽകുന്നത് തീർച്ചയായും ആശാവഹമാണ്. ഇത്തരം നല്ല കാഴ്ചകൾ വീണ്ടും ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത കൊല്ലം ആറ്റിങ്ങൽ പൊങ്കാലയ്ക്ക് ഈ മസ്ജിദ് അധികാരികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ ഭക്തർക്ക് കൂടുതൽ ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം ഒരുക്കാൻ അടുത്ത വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ